അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വലിയൊരു ഭൗമരാഷ്ട്രീയ മാറ്റത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഗൾഫ് മേഖലയുടെ പ്രതിരോധ സുരക്ഷ ഉറപ്പാക്കിയിരുന്നത് അമേരിക്കയായിരുന്നു. എന്നാൽ അമേരിക്കയുടെ കുടക്കീഴിൽ നിന്ന് മാറി സ്വന്തം സുരക്ഷാ സഖ്യം രൂപീകരിക്കാൻ ഗൾഫിലെ മുൻനിര ശക്തികൾ തീരുമാനിച്ചിരിക്കുന്നു. ഈ പുതിയ സുരക്ഷാ സഖ്യം എങ്ങനെയാണ് അമേരിക്കൻ ശക്തിയെ ചോർത്തുന്നത്? ഇത് റഷ്യയ്ക്ക് നൽകുന്ന നയതന്ത്ര നേട്ടം എന്താണ്? പരിശോധിക്കാം. സ്വാഗതം ഇണ്ടത്തിലേക്ക്. സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങൾ ചേർന്നാണ് മക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റ് എന്ന കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളും നയതന്ത്ര വിദഗ്ധരും ദ മക്ക ട്രയോ എന്നാണ് ഈ ചരിത്ര കരാറിനെ വിശേഷിപ്പിക്കുന്നത്. പാശ്ചാത്യ സഖ്യങ്ങളിൽ നിന്നും ഏഷ്യൻ ശക്തികളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് മുസ്ലിം രാജ്യങ്ങൾ സ്വന്തമായൊരു സുരക്ഷാ അച്ചുതണ്ട് നിർമ്മിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറെ ശ്രദ്ധേയമായ വശം. ഈ 3 രാജ്യങ്ങളുടെ ഒത്തുചേരൽ വലിയ പ്രാധാന്യമർഹിക്കുന്നതിന് മറ്റൊരു കാരണം ത്രിരാഷ്ട്ര സഖ്യത്തിലെ ഓരോ രാജ്യവും അവരവരുടെ മേഖലകളിൽ കരുത്തരാണ് എന്നതാണ്. അപാരമായ എണ്ണസമ്പത്തും വൻ സാമ്പത്തിക ശേഷിയുമുള്ള സൗദി അറേബ്യയ്ക്ക് ഏത് വലിയ പദ്ധതികളും ഫണ്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. നാറ്റോ സഖ്യത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ തുർക്കിക്കാകട്ടെ അത്യാധുനിക ഡ്രോണുകളും പ്രതിരോധ സാങ്കേതിക വിദ്യയും ശക്തമായ കര നാവിക സേനയുമുണ്ട്. പാകിസ്ഥാനാകട്ടെ ആണവ ശക്തിയാണ്, യുദ്ധത്തിൽ പങ്കെടുത്ത് പരിചയിച്ച സൈന്യമുള്ള രാജ്യവും. സൗദിയുടെ സാമ്പത്തിക ശേഷിയും തുർക്കിയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയും പാകിസ്ഥാന്റെ ആണവായുധ ശേഷിയും സൈനിക ബലവും ഒന്നിക്കുമ്പോൾ അത് പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു സൈനിക പ്രതിരോധ സഖ്യമായി മാറുന്നുണ്ട്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം പേർഷ്യൻ ഗൾഫിന്റെയും അറബ് മേഖലയുടെയും പ്രധാന സുരക്ഷാ പങ്കാളിയായിരുന്ന അമേരിക്കയ്ക്ക് ഈ സഖ്യം വൻ തിരിച്ചടിയാണ് സൃഷ്ടിക്കുന്നത്. സമീപകാലത്ത് പശ്ചിമേഷ്യയിലുണ്ടായ തർക്കങ്ങളിലും സംഘർഷങ്ങളിലും അമേരിക്കൻ നയതന്ത്രവും സൈനിക ഇടപെടലും പൂർണ്ണമായി വിജയിച്ചില്ല എന്ന തോന്നൽ ഗൾഫ് രാജ്യങ്ങൾക്കിടയിലുണ്ട്. ഇനി അമേരിക്കൻ സുരക്ഷാ വാഗ്ദാനങ്ങളെ മാത്രം വിശ്വസിച്ചിരിക്കാൻ കഴിയില്ല എന്ന രാഷ്ട്രീയ തീരുമാനമാണ് മക്ക കരാറിലൂടെ അവർ വ്യക്തമാക്കുന്നത്. തങ്ങളുടെ പാരമ്പര്യ പങ്കാളിയായ സൗദി അറേബ്യയും നാറ്റോ അംഗമായ തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് അമേരിക്കയെ ഒഴിവാക്കി പുതിയൊരു ചേരി ഉണ്ടാക്കുമ്പോൾ മേഖലയിൽ വാഷിംഗ്ടണിന്റെ പതിറ്റാണ്ടുകളായുള്ള ആധിപത്യത്തിനാണ് കനത്ത പ്രഹരമേൽക്കുന്നത്. മറുവശത്ത് ഈ മാറ്റങ്ങൾ റഷ്യയ്ക്ക് വലിയ ആശ്വാസവും ഗുണവുമാണ് ചെയ്യുന്നത്. നിലവിൽ റഷ്യയുടെ മുഴുവൻ സൈനിക ശ്രദ്ധയും യുക്രൈൻ യുദ്ധത്തിലായതിനാൽ പശ്ചിമേഷ്യയിൽ നേരിട്ട് ഇടപെടാൻ മോസ്കോയ്ക്ക് പരിമിതികളുണ്ട്. എന്നാൽ മക്ക സഖ്യം അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ തങ്ങളുടെ കൈവിട്ടു പോകുന്ന സ്വാധീനം നിലനിർത്താൻ വാഷിംഗ്ടണിന് കൂടുതൽ സൈനിക ബലവും വിഭവങ്ങളും പണവും വീണ്ടും പശ്ചിമേഷ്യയിലേക്ക് മാറ്റേണ്ടി വരും. അമേരിക്കയുടെ ശ്രദ്ധയും പണവും യുക്രൈൻ മുന്നണിയിൽ നിന്ന് മാറി പശ്ചിമേഷ്യയിലേക്ക് തിരിയുന്നത് റഷ്യയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നയതന്ത്ര നേട്ടമാണ്. മാത്രവുമല്ല, സൗദി, തുർക്കി, പാകിസ്ഥാൻ സഖ്യത്തിന്റെ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും വ്യത്യസ്തമായതിനാൽ ഈ സഖ്യം റഷ്യയുടെ ഉറ്റ സുഹൃത്തായ ഇറാന് ഭീഷണിയാകില്ല എന്നും റഷ്യൻ അതിർത്തികൾക്കെതിരെ നീങ്ങില്ല എന്നും മോസ്കോയ്ക്ക് ഉറപ്പുണ്ട്. അതിനാൽ ഇവർ റഷ്യയുടെ അടുത്ത സുഹൃത്തുക്കളാകണമെന്നില്ല എങ്കിൽ പോലും അമേരിക്കയ്ക്ക് സൃഷ്ടിക്കുന്ന ഓരോ തിരിച്ചടിയും യുക്രൈനിലും ആഗോളതലത്തിലും റഷ്യയ്ക്ക് മേൽക്കൈ നൽകും.